അനന്തപുരിയിലും അതിനേക്കാൾ അലതല്ലുന്ന ഒരു ആഹ്ലാദമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തലസ്ഥാനത്തെ നഗരസഭ പിടിച്ചെടുത്തതിന്റെ 40 വർഷക്കാലം ഇടത് വലത് മുന്നണികൾ ഭരിച്ചു മുടിച്ച ആ തലസ്ഥാനം ഭദ്രമാക്കാൻ വികസിത അനന്തപുരി എന്ന പ്രഖ്യാപിത ലക്ഷ്യം ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ജനങ്ങൾ ആ പ്രഖ്യാപനങ്ങൾ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 50 വാർഡുകളിൽ മിന്നുന്ന വിജയം സ്വന്തമാക്കാൻ BJP NDA സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചത്. ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഓരോ സ്ഥാനാർത്ഥിയും എതിരാളികളെ ബഹുദൂരം പിന്തള്ളിയാണ് ഉജ്ജ്വലമായ വിജയം സ്വന്തമാക്കിയതെന്നാണ്. ആ വിജയാഹ്ലാദത്തിലാണ് അനന്തപുരി ഒന്നാകെ. മൊറാർജി ഭവനിൽ നിന്നും അല്പസമയത്തിനകം തന്നെ ആഹ്ലാദ പ്രകടനം ആരംഭിക്കും. സംസ്ഥാന നേതാക്കൾ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമാകും. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കിയതിന്റെ വിജയാഹ്ലാദം BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിജയ ആഹ്ലാദ പ്രകടനം, വിജയ ആഹ്ലാദ റാലി. തമ്പാനൂരിൽ നിന്നും തുടങ്ങി കിള്ളിപ്പാലം, കരമന, പൂജപ്പുര, ജഗതി, വഴുതേക്കാട്, പാളയം പട്ടം, കേശവദാസപുരം, മുട്ടട, പേരൂർക്കട, അമ്പലമുക്ക്, കവടിയാർ, ശാസ്തമംഗലം, വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, ഓവർബ്രിഡ്ജ് വഴി കിഴക്കേക്കോട്ടയിൽ റാലി സമാപിക്കും. വിനീഷ് ശരിയാണ് വിശദാംശങ്ങളുമായി. വിനീഷ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കിയതിന്റെ ചരിത്ര നേട്ടത്തിന്റെ വിജയ ആഹ്ലാദം. രാജീവ് ചന്ദ്രശേഖറുണ്ട്, മറ്റേതൊക്കെ സമുന്നതരായ സംസ്ഥാന നേതാക്കൾ ഈ ആഘോഷ വിജയാഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമാവുകയാണ്. തീർച്ചയായിട്ടും BJPയുടെ 50 കൗൺസിലർമാരാണ് എനിക്ക് ചുറ്റിലും നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മൊറാർജി ഭവനിലാണ്. മൊറാർജി ഭവനിൽ അങ്ങനെ ആഘോഷം കൊട്ടിക്കയറുകയാണ്. കാരണം അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം ഇനി BJP അവകാശപ്പെടുന്നത് അനന്തപുരി കാണാൻ പോകുന്നത് വികസന അനന്തപുരി എന്ന മുദ്രാവാക്യവുമായുള്ള ഭരണമായിരിക്കും. അതിൽ മാറ്റമില്ല, മാറാത്തത് മാറ്റി എന്ന നിലപാടുമായി തന്നെയാണ് BJP ഇത്തവണ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഈ ആഹ്ലാദ പ്രകടനവുമായി എത്തി ജനങ്ങൾക്ക് നന്ദി അറിയിപ്പിക്കുന്നത്. നമ്മോടൊപ്പം BJPയുടെ കൗൺസിലർ കൂടിയായ പാപ്പനംകോട് സജി നമ്മോടൊപ്പം ചേരുകയാണ്. വലിയ ആവേശത്തിലാണ്, ചരിത്ര നിമിഷത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ആഘോഷം കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങ് ആഘോഷിച്ച് തിമിർത്തു, പക്ഷേ ഇപ്പോഴും വീണ്ടും ആ ആഘോഷം അടങ്ങാതെ തുടരുകയാണ്. എങ്ങനെ നോക്കണം? അത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വിജയം BJPക്ക് ലഭിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ 40 വർഷമായിട്ടുള്ള തിരുവനന്തപുരത്തുള്ള ജനങ്ങളുടെ വികസന മുരടിപ്പ്, അത് തിരുവനന്തപുരത്ത് ജനത അതിനൊരു അറുതി വരുത്തിയിരിക്കുകയാണ്, വികസന മുരടിപ്പിന്. അപ്പോൾ അത് വലിയൊരു വിജയമാണ്. നരേന്ദ്രമോദിജി മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ടയ്ക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ്. തിരുവനന്തപുരത്തെ ജനങ്ങൾ വികസനത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വികസനം ലഭിക്കുന്നില്ല. ഇവിടെ എന്തെങ്കിലും വികസനം തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ നൽകിയ വികസനമാണ്. അത് കഴക്കൂട്ടംകാരോട് ദേശീയപാതയായിരുന്നാലും ശരി, വിഴിഞ്ഞം തുറമുഖമായിരുന്നാലും ശരി, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വലിയ വികസന പദ്ധതികൾ, വികസന ചിന്തകളൊക്കെ തന്നെയാണ് BJPക്കുള്ളത്. ഇപ്പം മറ്റൊരു കൗൺസിലർ MR ഗോപൻ, ചരിത്ര വിജയം എത്രാമത്തെ തവണയാണ് ഇപ്പം വിജയിക്കുന്നത്? ഇത് 5ാമത്തെ പ്രാവശ്യമാണ് വിജയിക്കുന്നത്. 25 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ് വീണ്ടും. തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ BJPയുടെ കൗൺസിലറായി തിരുവനന്തപുരം നഗരസഭയിലേക്ക് എത്തുമ്പോൾ വിരലിലെണ്ണാവുന്ന കൗൺസിലർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താ തോന്നുന്നത്? വിരലെണ്ണാവുന്ന കൗൺസിലർമാരോടൊപ്പം സഭയ്ക്കകത്തിരുന്ന് പാർട്ടിക്ക് വേണ്ടിയും പൊതുസമൂഹത്തിന് വേണ്ടിയും വിയർപ്പൊഴുക്കിയിട്ടുള്ള ആ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ്. നമ്മൾ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന ഒരു സമയം ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി മധുരം നമുക്ക് ഈ സമയത്ത് തോന്നുന്നു. നമ്മുടെ ഇത്ര ചരിത്ര സംഭവമാണ്. ഇത്രയും കാലത്തെ നമ്മൾ അനുഭവിച്ച, സഭയ്ക്കകത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനുഭവിച്ച ആ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, ആ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിലൊക്കെ തന്നെ അവിടെ നമ്മളുടേതായിട്ടുള്ള അവഗണനകൾ വളരെ വലുതായിരുന്നു. ആ അവഗണനകളെ അതിജീവിക്കാൻ ഒരുപക്ഷെ അനന്തപുരിയുടെ 10 ലക്ഷത്തിലധികം വരുന്ന പൊതുസമൂഹം ഭാരതീയ ജനതാ പാർട്ടിക്ക് അവസരം നൽകിയിരിക്കും. തീർച്ചയായിട്ടും വലിയ ആവേശത്തിൽ തന്നെയാണ് BJPയുടെ ഓരോ കൗൺസിലർമാരുള്ളത്. വളർച്ച നമ്മുടെ അടുത്ത് കൗൺസിലർ
കാലങ്ങൾക്ക് മുമ്പ് കൈവിരലിൽ എണ്ണാവുന്ന കൗൺസിലർമാർ മാത്രമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ മാറി 50 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തി നിൽക്കുകയാണ്. VV രാജേഷും കൂടി കൗൺസിലറായി 2ാം അംഗത്തിലേക്ക് ഇറങ്ങിയ കൗൺസിലർ എന്ന പദവിയിലേക്ക് നിൽക്കുന്ന BJPയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ VV രാജേഷും കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. വലിയ ആവേശത്തിലും വലിയ സന്തോഷത്തിലും ഒക്കെയാണ് ഈ നിമിഷം. എങ്ങനെ തോന്നുന്നു ഈ ഒരു നിമിഷത്തെ? പ്രത്യേകിച്ച് ജനങ്ങൾക്ക് മുന്നിൽ നന്ദി അറിയിക്കാനായിട്ട് ഇപ്പോൾ ഇറങ്ങുകയാണ് ഈ ഒരു യാത്ര, പ്രത്യേകിച്ച് 50 കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ. വലിയ അഭിമാന നിമിഷമാണല്ലേ? തീർച്ചയായിട്ടും അത് തിരുവനന്തപുരത്തോടുള്ള നന്ദി അർപ്പിക്കാൻ വേണ്ടി പോവുകയാണ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ. കേരളം വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ദിശാസൂചകമാണ്. മാത്രമല്ല തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒന്നടങ്കം പറയുകയാണ് ഈ അഴിമതി, ഈ ദുർഭരണം, ഈ ധാർഷ്ട്യം ഇതുമായി സഹകരിക്കാൻ തയ്യാറല്ലെന്ന്. മാത്രമല്ല ഇന്ത്യയിൽ അതിന് ഏറ്റവും തിരുവനന്തപുരം ആരംഭിച്ചു കഴിഞ്ഞു. ാണ് ഇപ്പോൾ മാറാത്തത് മാറ്റി എന്ന മുദ്രാവാക്യമാണ്. നേരത്തെ മാറാത്തത് മാറും എന്നത് ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് BJP തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇപ്പോൾ മാറാത്തത് മാറ്റി എന്ന് പറയുന്നു. ഇനി അനന്തപുരിയുടെ വികസനമായിരിക്കും പൂർണ്ണമായും കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇത് കേരളത്തിൽ നിന്ന് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങളെ തൂത്തറിയുക എന്നുള്ളതാണ് ജനങ്ങളുടെ ലക്ഷ്യം. ഒരു മാതൃകാപരമായിട്ടുള്ള ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു ഭരണം, വികസന ഭരണമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാവുക എന്ന നിലപാട് തന്നെയാണ് BJP നേതാക്കൾ ഉന്നയിക്കുന്നത്. നമുക്ക് പിന്നിലായി ഒരു വലിയ പെൺപടയുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തിരുവനന്തപുരത്തിൻ്റെ നഗരവീഥികളെ കീഴടക്കുന്ന നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ശ്രീലേഖ IPSനെ പോലുള്ള വലിയ വ്യക്തിത്വങ്ങളൊക്കെ വലിയ അനന്തപുരിയെ താമരക്കുമ്പിളിലാക്കിയിരിക്കുന്നു BJP. ഭരണസിരാ കേന്ദ്രം, കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രം തന്നെ BJP പിടിച്ചെടുത്തിരിക്കുന്നു. അതിന്റെ ആഹ്ലാദ പ്രകടനത്തിലാണ് BJP അണികളെല്ലാം. ആയിരക്കണക്കിന് മനുഷ്യരുടെ വിയർപ്പിന്റെ അധ്വാനമാണ് അവരുടെ ആ വിജയം. BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിജയാഹ്ലാദ റാലി. തമ്പാനൂരിൽ നിന്നും റാലി തുടങ്ങിയിരിക്കുന്നു. കിള്ളിപ്പാലം, കരമന, പൂജപ്പുര, ജഗതി, വഴുതക്കാട്, പാളയം, പട്ടം, കേശവദാസപുരം, മുട്ടട, പേരൂർക്കട, അമ്പലമുക്ക്, കവടിയാർ, ശാസ്തമംഗലം, വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, ഓവർബ്രിഡ്ജ് വഴി കിഴക്കേക്കോട്ടയിൽ റാലി സമാപിക്കും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തലസ്ഥാനത്ത് ഒരു അട്ടിമറി വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. 45 വർഷത്തെ ഭരണം, CPMന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് BJP തങ്ങളുടെ വലത് കാലെടുത്ത് തലസ്ഥാനത്ത് വെച്ചിരിക്കുന്നു. വലിയൊരു വിജയം തന്നെയാണ്. അരുൺ ആലത്തൂർ പാലക്കാട് നിന്നും ചേരുന്നുണ്ട്. അരുൺ, BJPക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. എങ്ങനെയാണ് അവിടെ ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്?